അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് സുരക്ഷാ പദ്ധതി തയ്യാറാക്കി ഉത്തർപ്രദേശ് സർക്കാർ. ചടങ്ങിൽ LK അദ്വാനിയും പങ്കെടുക്കും. ചടങ്ങിൽ നിന്ന് ശങ്കരാചാര്യന്മാർ വിട്ടുനിൽക്കുന്നു എന്ന പ്രചാരണം വ്യാജമെന്ന് ശൃംഗേരി മഠം അറിയിച്ചു. അതേസമയം ചടങ്ങ് ബഹിഷ്കരിക്കാനുള്ള നേതൃത്വ തീരുമാനത്തിൽ കോൺഗ്രസിൽ ഭിന്നത തുടരുകയാണ്. പങ്കെടുക്കുമെന്ന് ഹിമാചൽ മന്ത്രി വിക്രമാദിത്യ സിംഗ് വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി S. നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് അയോധ്യയിലെമ്പാടും ഒരുക്കിയിരിക്കുന്നത്. പ്രാണപ്രതിഷ്ഠയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രം. എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ ദ്രുതഗതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്? ഒക്കെ തന്നെ ഈ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അയോധ്യ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഇന്റലിജൻസ് ബ്യൂറോയുടെ നേരത്തെ തന്നെ അവിടെ ഓഫീസ് തുറന്നുകൊണ്ട് നിരീക്ഷണ സംവിധാനങ്ങളും മറ്റും ശക്തമാക്കി. ഒപ്പം തന്നെ ഇതിനോടകം തന്നെ കേന്ദ്ര സേനകളുടെ അടക്കം വിന്യാസം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ CCTV ക്യാമറകളും മറ്റും പലയിടങ്ങളിലും സ്ഥാപിച്ചു വരുന്ന വീടുകളും മറ്റും പുരോഗമിക്കുകയാണ്. അന്തിമ ഒരുക്കങ്ങളിലേക്ക് ഇതിനോടകം തന്നെ കടന്നിരിക്കുന്നു. മുതിർന്ന നേതാക്കൾ, പ്രധാനമന്ത്രി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്ന ചടങ്ങാണ്. VVIPs പങ്കെടുക്കുന്നതിനാൽ തന്നെ വലിയ തികഞ്ഞ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഉത്തർപ്രദേശ് പോലീസിന്റെ ഭാഗത്തുനിന്നും അതേപോലെ തന്നെ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ ചടങ്ങിലേക്ക് കൂടുതൽ പ്രധാനപ്പെട്ട നേതാക്കൾ ഇതിനോടകം തന്നെ. അതെ, നന്ദൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് സുരക്ഷാ പദ്ധതി തന്നെ തയ്യാറാക്കിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ. 1500ഓളം CCTV ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. കൂടാതെ നിരവധി AI ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. പഴുതടച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഉത്തർപ്രദേശ് സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രമുഖരെക്കുറിച്ച് ഇപ്പോഴും മറ്റ് ചില അപവാദ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. LK അദ്വാനി പങ്കെടുക്കുന്നുണ്ടെന്നാൽ ശങ്കരാചാര്യന്മാർ വിട്ടുനിൽക്കുമെന്നുള്ള പ്രചരണം വ്യാജമെന്ന് ശൃംഗേരി മഠം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. നന്ദനിലേക്ക് വീണ്ടും പോകുന്നു. നന്ദൻ, സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രചരണങ്ങൾ ഇടത് ജിഹാദി കേന്ദ്രങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ ചില കേരളത്തിലെ തന്നെ ചില സുപ്രധാന മാധ്യമങ്ങളൊക്കെ തന്നെ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഏറ്റുപിടിച്ചു എന്നുള്ളതാണ് വാസ്തവം. പ്രത്യേകിച്ച് ശൃംഗേരി മഠവുമായി ബന്ധപ്പെട്ട രീതിയിൽ വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണം ഉണ്ടായിരുന്നു. ശൃംഗേരി മഠത്തിലെ ശങ്കരാചാര്യ സ്വാമിമാർ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മുഖ്യധാരാ മാധ്യമങ്ങളും അത് ഏറ്റുപിടിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. വാസ്തവം എന്നാൽ ഇതൊന്നുമല്ല എന്നുള്ള കാര്യമാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഈ ശൃംഗേരി മഠത്തിൽ നിന്നുമുള്ള പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ സൂചിപ്പിക്കുന്നത് പ്രധാനമായും ഇത്തരം ആശയങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്രചരണങ്ങൾ അത് അവാസ്തവമാണ്. അത് ചില ഗൂഢശക്തികളുടെ ഭാഗത്തുനിന്നും ചില പ്രൊപ്പഗണ്ടയാണ് ഇതിന് പിന്നിലെന്നുള്ള കാര്യമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ശങ്കരാചാര്യ സ്വാമിമാർ ഈ ചടങ്ങിൽ സംബന്ധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ വിശ്വാസി സമൂഹത്തോട് നേരത്തെ തന്നെ ആഹ്വാനം ചെയ്തതാണ് ഈ രാമതാരാവലി മന്ത്രം അത് കൃത്യമായി ജപിക്കണം. ഈ ദിവസം ഈ ചടങ്ങിൽ 500 വർഷത്തിന് ശേഷമുള്ള കാത്തിരിപ്പാണ്. അതിനാൽ തന്നെ ഈ രാമമന്ത്രം മുഴക്കിക്കൊണ്ട് എല്ലാ ഭക്തജനങ്ങളും വിശ്വാസത്തോടു കൂടി കാത്തിരിക്കണമെന്നുള്ള കാര്യം നേരത്തെ തന്നെ കഴിഞ്ഞ ദീപാവലി ദിനത്തിൽ തന്നെ ശൃംഗേരി മഠം വിശ്വാസി സമൂഹത്തോട് ആഹ്വാനം ചെയ്തതാണ്. മറിച്ചുള്ള എല്ലാ പ്രചരണങ്ങളും ഈ പ്രസ്താവനയിലൂടെ ശൃംഗേരി മഠം തള്ളിക്കളയുകയാണ്. ഒപ്പം തന്നെ ശങ്കരാചാര്യ സ്വാമിമാർ ഈ ചടങ്ങിൽ സംബന്ധിക്കുമെന്നുള്ള കാര്യവും ഈ പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നു. ഒപ്പം തന്നെ LK അദ്വാനി ഈ ചടങ്ങിലേക്ക് പങ്കെടുക്കുമെന്നുള്ള കാര്യം ഏറ്റവും ഒടുവിലായി സ്ഥിരീകരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് അതിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കാമെന്നുള്ള അല്ലെങ്കിൽ ഒരുക്കുമെന്നുള്ള ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് LK അദ്വാനിയും ഈ ഒരു ചടങ്ങിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. S. നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.